ഹലോ, ഗുഡ് മോർണിംഗ്. എന്താ വിശേഷം? സുഖമാണോ എല്ലാവർക്കും? മഴയല്ലേ, എല്ലാവരും സുഖമായിട്ടിരിക്കുക. ഒരുപാട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയിപ്പോൾ മഴയത്തേക്കടെ മഞ്ഞപ്പിത്തം, നമ്മൾ തെറ്റി വീഴ്ച, ഇതൊക്കെ നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നല്ല തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. വെള്ളം കെട്ടിയ സ്ഥലത്ത്, വെള്ളം കയറിയ സ്ഥലത്തൊക്കെ വെള്ളം അശുദ്ധമായി കാണൂല്ലോ. അപ്പോൾ ആ വെള്ളമൊന്നും കുടിക്കാതിരിക്കാൻ നോക്കുക. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് കർക്കിടകത്തിൽ കൂട്ടാൻ പറ്റിയ അടിപൊളി ഒരു കറിയായിട്ടാണ്. അതിനകത്ത് വേറെ ഒന്നും ചേർക്കണില്ല. താള് കൊണ്ട് മാത്രം, കണ്ടിച്ചേമ്പിന്റെ 2 താള്. പത്തല നോക്കിയിട്ട് ഞാൻ ഇവിടെ പത്തല ഒന്നും നോക്കിയിട്ട് കാണാനില്ല. അപ്പൊ പത്തല ഒന്നും എടുക്കണില്ല. ഇത് 2 ചേമ്പിന്റെ താള്, കണ്ടിച്ചേമ്പിന്റെയാണ്. അപ്പൊ ഈ താള് കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഒരു കറി വെക്കാം. തേങ്ങ അരച്ച് കടുകൊക്കെ പൊട്ടിച്ച് സൂപ്പറായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ അടിപൊളി കറി. കർക്കിടകല്ലേ, അപ്പം ഞാൻ ഇന്ന് കട്ട് ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ, എന്നിട്ട് കാണാം. നമുക്ക് താളി ഞാൻ അരിഞ്ഞ് നമ്മുടെ ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിനിട്ടു. മുളക് പൊടി മല്ലിപ്പൊടി വേണം. അപ്പം ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. തേങ്ങ അരച്ച് കടുക് പൊട്ടിക്കുന്നുണ്ട്. അപ്പം പിന്നെ ഒരുപാട് മല്ലിയുടെ ആവശ്യമില്ല. മല്ലി വേണം, എന്നാലും എരിവിനാവശ്യമുള്ള, ഞാൻ എരിവ് വളരെ കുറച്ച് എടുക്കണുള്ളൂ. അപ്പം ഇതിനാവശ്യമുള്ള മുളക് പൊടി. പിന്നെ മഞ്ഞളില്ലാത്ത കറിയുണ്ടോ? മഞ്ഞൾ. എൻ്റെ കറിവേപ്പില ഇങ്ങനെ ശുഷ്കിച്ചു പോയി, അതുകൊണ്ട് ഒരു കറിവേപ്പില 2. ആവശ്യത്തിന് വെള്ളം. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ, നേരത്തെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് ഇളക്കട്ടെ, ചെറിയ കയ്യിലും കൊണ്ടൊന്ന് ഇളക്കി. ഇത് പെട്ടെന്ന് വേവും കേട്ടോ. ഇനി ഞാൻ തേങ്ങ ചിരണ്ടി അരയ്ക്കേണ്ട സമയം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് വേവും. അവിടെ ഇരിക്കട്ടെ. നമ്മുടെ താള എന്തായി നോക്കട്ടെ കേട്ടോ. ചേമ്പുന്ന വയലും ഒന്ന് എന്തായി നോക്കട്ടെ. എന്നിട്ടില്ല, ഒരു 5 മിനിറ്റും കൂടെ ഇരിക്കട്ടെ കേട്ടോ. അപ്പൊ ആ സമയം കൊണ്ട് ഇതിനകത്ത് നമ്മൾ ചേർക്കേണ്ടത് പുളിയാണ്. ഇതിപ്പോ ഞാനൊരു ജാതിക്കയുടെ കുരുവിന്റെ അത്രയുള്ള പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്, വളംപുളി. പിന്നെ തേങ്ങ അതെ വടി അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കടുക് പൊട്ടിക്കണം. വെന്തു സംഗതി, എന്നാലും ഒന്ന് വെന്തുടയട്ടെ. കർക്കിടക മാസത്തിൽ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുക. നമ്മളുടെ ആരോഗ്യം, ഇലക്കറികൾ അധികം കഴിക്കുക. പോരാത്തതിന് ഇപ്പൊ മഴയൊക്കെയാണ്. ഈ ചേമ്പിന്റെ ആണെങ്കിലും വെളുത്തേമ്പിന്റെ ആണെങ്കിലും ഞങ്ങളുടെ അമ്മച്ചിയൊക്കെ അത് വെച്ച് തന്ന എല്ലാ വർഷവും കർക്കിടകം പറഞ്ഞത് ഈ അമ്മച്ചി ഇങ്ങനെയുള്ള കൂട്ടാനൊക്കെയാണ്. പിന്നെ ചാള കിട്ടുമ്പോൾ അമ്മച്ചി ചേമ്പിട്ട് ചെറിയേമ്പിട്ട് ചാള വെക്കായിരുന്നു. അതിന് അസാധ്യ ടേസ്റ്റാണ്, നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പൊ ചേമ്പ് ഒന്നോടെ ഇന്ന് വേവട്ടെ കേട്ടോ. എന്തായാലും നമ്മുടെ താള് വെന്തിട്ടുണ്ട്. നല്ല ചൂട് ചട്ടി വെന്തു കണ്ടോ, ശരിക്ക് വെന്തുടഞ്ഞു. ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതിന് ചൊറിച്ചിലൊന്നും ഇല്ല കേട്ടോ. അതൊന്നും ഓർത്ത് ആരും പേടിക്കൊന്നും വേണ്ട. കണ്ടിച്ചേമ്പിൻ്റെ താള് ചൊറിയില്ല.
ചേനയുടെ താളും ചൊറിയില്ല, ചേനത്തണ്ട്. ഇപ്പം പുളി പിഴിഞ്ഞത്, ഒരു നെല്ലിക്കല്ല, ഒരു ജാതിക്കയുടെ കുരു എത്രയുണ്ട് അത്ര ഉള്ളൂ. ഈ സമയം കൊണ്ട് നമുക്ക് കടുകും കടയും പൊട്ടിച്ചൊഴിക്കാം. ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. ഉപ്പുണ്ട്. ഏതായാലും കടു പൊട്ടിക്കാറാവുമ്പോൾ നമുക്ക് കാണാം, അല്ലെങ്കിൽ ഒരുപാട് സമയമാവില്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എന്നെ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്നാലാണ് ഞാനിങ്ങനെ വെക്കുന്ന നാടൻ കറികളും കൊച്ചു കൊച്ചു കറികൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഇതിനകത്തിപ്പോൾ ഞാൻ ഉലുവയോ ഒന്നും പൊട്ടിച്ചിട്ടില്ല കേട്ടോ. വെളുത്തുള്ളി ഇല്ല, ജീരകം ഇല്ല, അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല. കടുക് ഇട്ട് കൊടുക്കും. പാത്രം ചൂടായി വരട്ടെ. തിളച്ചു കേട്ടോ. തിള വന്നു. കടുകിട്ടാൽ പൊട്ടാൻ താമസമാണ് ഞാൻ. എന്താന്ന് ചോദിച്ചാൽ ഞാൻ ധൃതി പിടിച്ച് വേഗം ഇടും, ക്ഷമയില്ല, അതുകൊണ്ടാണ്. വേപ്പില കഴുകി വെച്ചതാട്ടോ. പൊട്ടി ഒന്നുകൂടി നമുക്കിതേ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളി, പെട്ടെന്ന് വെക്കാം, കറി സിമ്പിളാണ്. ഒരു ഉണക്കമീൻ വറുത്തും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ. ഇതിൻ്റെ കൂടെ ഞാൻ പിന്നെ വേറെ എൻ്റെ കുക്കർ രണ്ടും പണി മുടക്കിയിരിക്കുക. 2 കുഞ്ഞു കുക്കറും പണി മുടക്കിയിരിക്കുന്നു. ഇനിയിപ്പോൾ വലിയ കുക്കർ എടുത്ത് ഞാൻ ഇത് പരിപ്പും താളും കൂടെ വെക്കാനായിട്ടാണ് ഇരുന്നത് ആക്ച്വലി. പക്ഷേ പരിപ്പ് വേവിക്കാനായിട്ടേ കുക്കർ വെച്ചില്ലെങ്കിൽ നമ്മുടെ ഗ്യാസ് കുറേ കത്തിത്തീരുന്നു. ഞങ്ങൾ വിറകൊന്നുമില്ലല്ലോ. അപ്പം പിന്നെ എൻ്റെ കഞ്ഞി വെക്കൽ മുടങ്ങണ്ടാലോ എന്ന് ഓർത്ത് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം അത് കാരണം ഇങ്ങനെ ഒരു ചാറുകറി ആക്കി കഴിഞ്ഞപ്പോൾ 1 വർഷം പോലും അമ്മച്ചി ഇത് വെക്കാതെ താളൊക്കെ ആയിക്കഴിഞ്ഞാൽ അമ്മച്ചി വെക്കാതിരുന്ന് ഞാൻ കണ്ടിട്ടില്ല. ഇന്നിപ്പോൾ ചോറെടുക്കാറായിട്ടില്ല കേട്ടോ, 10:45 കടുകെല്ലാം പൊട്ടി നമുക്ക് വെച്ചു. സൂപ്പർ. അപ്പോൾ എൻ്റെ കറി ഇവിടെ റെഡിയായി കണ്ടോ. സൂപ്പറാട്ടോ. ഇങ്ങനൊരു കറി നിങ്ങളൊക്കെ വെച്ച് നോക്കുക, അടിപൊളിയായിട്ട് കണ്ടോ. ഇവിടെ ഇരിക്കട്ടെ, ചിക്കാറുണ്ട്.
അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടതിന് എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ.